ഇന്ന് പറയാൻ പോകുന്നത് സാർക്കാണ്. സാർക്കിൻ്റെ ഫുൾ ഫോം ദ സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോപ്പറേഷൻ. ഇറ്റ്സ് an economic organization as well as a geopolitical organization of 8 South Asian nations. As you already know, it's a regional organization. ഒരു intergovernmental organization ആണ്, ഒരു regional organization ആണ്, based on ജോഗ്രഫിക്കൽ ഏരിയ ബേസ് ചെയ്ത് ഫോം ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് സാർക്ക് എന്ന് പറയുന്നത്. 8 സാർക്ക് നേഷൻസ് ഉണ്ട്. ഫസ്റ്റ് സാർക്ക് സമ്മിറ്റ് നടന്നത് ധാക്കയിലാണ്, 1985. സാർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് വന്ന മെമ്പർ അഫ്ഗാനിസ്ഥാനാണ്. പിന്നെ എന്താണ് ബാക്കിയുള്ള മെമ്പേഴ്സ്? അഫ്ഗാനിസ്ഥാൻ കഴിഞ്ഞാൽ ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, നേപ്പാൾ, മാൽദീവ്സ്, പാകിസ്ഥാൻ, ശ്രീലങ്ക. And SAARC comprises 3% of world's area, 21% of world population and 3.8% of global economy as per 2015 records. വേൾഡിൻ്റെ 3% ഏരിയ ഉണ്ട്, പോപ്പുലേഷൻ്റെ 21% ഉണ്ട്, ഗ്ലോബൽ എക്കോണമിയുടെ 3.8% എവിടെയാണ്? സാർക്ക് രാജ്യങ്ങളിലാണ് ഉള്ളത്. അപ്പോൾ ഈ പാരഗ്രാഫിൽ ഇറ്റ്സ് എ ജിയോ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ, ഇറ്റ്സ് എൻ ഇൻ്റർ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ, റീജിയണൽ ഓർഗനൈസേഷൻ, ഫസ്റ്റ് ഫോംഡ് ഇൻ 1985. അഫ്ഗാനിസ്ഥാൻ ഇസ് എ ലാസ്റ്റ് ഇൻക്ലൂഷൻ. ഇനി വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് സാർക്ക്? ഒബ്ജക്റ്റീവ്സ് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. SAARC's edifice is built upon a foundation of strong set of objectives. Every decision SAARC takes and every policy it frames is guided by overall objectives it had set for itself in the charter. സാർക്കിനും ഒരു ചാർട്ടർ ഉണ്ട്. ആ ചാർട്ടർ അനുസരിച്ചാണ് സാർക്കിലെ രാജ്യങ്ങൾ പ്രവർത്തിക്കാറുള്ളത്. വെൽഫെയർ പോളിസിയും കളക്റ്റീവ് സെൽഫ് റിലയൻസുമാണ് അതിലെ പ്രധാനപ്പെട്ട 2 ഒബ്ജക്റ്റീവ്. മറ്റൊരെണ്ണം ആക്സിലറേറ്റിംഗ് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് കൾച്ചറൽ ഡെവലപ്മെൻറ്റ്. ഒന്ന് വെൽഫെയർ ഉണ്ടാകണം, കളക്റ്റീവ് സെൽഫ് റിലയൻസ് പരസ്പരമുള്ള വിശ്വാസം ഉണ്ടായിരിക്കണം, എക്കണോമിക് ഗ്രോത്ത് ഉണ്ടായിരിക്കണം, ഡെവലപ്മെൻറ്റ് ഉണ്ടായിരിക്കണം, കൾച്ചറൽ ഡെവലപ്മെൻറ്റ്. അതിൻ്റെ പ്രിൻസിപ്പിൾസ് ശ്രദ്ധിക്കണം. സോവർണിറ്റി, ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റി, പൊളിറ്റിക്കൽ ഇൻഡിപെൻഡൻസ്, നോൺ ഇൻ്റർഫിയറൻസ് ഇൻ ദ ഇൻറ്റേർണൽ അഫയേഴ്സ് ഓഫ് അതർ സ്റ്റേറ്റ്സ് ഇൻ മ്യൂച്വൽ ബെനഫിറ്റ്സ്. ഒന്ന് സോവർണിറ്റിയാണ്. സോവർണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? പരമാധികാരം. എല്ലാ രാജ്യങ്ങൾക്കും സ്വന്തം സോവർണിറ്റി വലുതാണ്. അതിർത്തികൾ സംരക്ഷിക്കണം. ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റി, പൊളിറ്റിക്കൽ ഇൻഡിപെൻഡൻസ് ആൻഡ് നോൺ ഇൻ്റർഫിയറൻസ് ഇൻ ദ ഇൻറ്റേർണൽ അഫയേഴ്സ് ഓഫ് അതർ സ്റ്റേറ്റ്. മറ്റു രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാതെ ഇരിക്കുന്ന അവസ്ഥ, അതാണ് നോൺ ഇൻ്റർഫിയറൻസ്. ഇനി അതിൻ്റെ മേജർ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ടു പ്രൊമോട്ട് ദ വെൽഫെയർ ഓഫ് പീപ്പിൾ ഓഫ് സൗത്ത് ഏഷ്യ ആൻഡ് ടു ഇംപ്രൂവ് ദെയർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ടു ആക്സിലറേറ്റ് എക്കണോമിക് ഗ്രോത്ത്, സോഷ്യൽ പ്രോഗ്രസ് ആൻഡ് കൾച്ചറൽ ഡെവലപ്മെൻറ്റ് ഇൻ ദ റീജിയൻ, to promote collective self-reliance among South Asian states. ഫസ്റ്റ് വൺ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, വെൽഫെയർ എക്കണോമിക്സ്. വെൽഫെയർ ആണ് സൗത്ത് ഏഷ്യയിലെ പീപ്പിളിൻ്റെ വെൽഫെയർ, ദർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇൻക്രീസ് ചെയ്യണം. മറ്റൊന്ന് എക്കണോമിക് ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യണം, സോഷ്യൽ പ്രോഗ്രസ്സും കൂട്ടണം, കൾച്ചറൽ ഡെവലപ്മെൻറ്റും കൂട്ടണം, കളക്റ്റീവ് സെൽഫ് റിലയൻസ് ഇൻക്രീസ് ചെയ്യണം. ഈ ഒബ്ജക്റ്റീവ്സ് പഠിച്ചാലുള്ള ഒരു ഗുണം, സാർക്കിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഏകദേശമൊക്കെ സിമിലറായി നമുക്ക് അസ് ചെയ്യാനും യൂസ് ചെയ്യാൻ പറ്റും. To promote collective self-reliance among South Asian states. Fourth one, mutual cooperation in specific field. പരസ്പരം സഹവർത്തിത്വത്തോടെ പ്രവർത്തിക്കണം. ആൻഡ് സ്ട്രെങ്തൻ കോപ്പറേഷൻ among themselves in international forums. മറ്റ് അന്താരാഷ്ട്ര ഫോറം ഉണ്ടല്ലോ, ഇപ്പം G20 അല്ലെങ്കിൽ UNO നടക്കുന്ന മീറ്റിങ്ങുകളിൽ ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു താല്പര്യവും കാണിക്കണം. അതും സാർക്കിൻ്റെ ഒബ്ജക്റ്റീവാണ്. To strengthen cooperation among themselves in international forums on the matter of common interest. Last one, promoting cooperation with other developing states and regional and international organization. മറ്റ് ഓർഗനൈസേഷനുമായിട്ടും കോപ്പറേഷൻ ഉണ്ടായിരിക്കണം. അപ്പം പീപ്പിളിൻ്റെ നേരത്തെ പറഞ്ഞ പോയിന്റിൽ നിന്ന് നമ്മൾ ഓർക്കണം. വെൽഫെയർ ഓഫ് ദ പീപ്പിൾ ഓഫ് സൗത്ത് ഏഷ്യ, എക്കണോമിക് ഗ്രോത്ത് ഉണ്ട്, സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഉണ്ട്, സോഷ്യൽ പ്രോഗ്രസ് ഉണ്ട്, കൾച്ചറൽ ഡെവലപ്മെൻറ്റ്, പിന്നെ കളക്റ്റീവ് സെൽഫ് റിലയൻസ്, ഓൾ മ്യൂച്വൽ കോപ്പറേഷൻ ഇൻ എവറി ഫീൽഡ്, പിന്നെന്താണ് കോപ്പറേഷൻ ഇൻ ഇൻ്റർനാഷണൽ ഫോറം, കോപ്പറേഷൻ വിത്ത് അതർ റീജിയണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ. ഇനി സാർക്ക് വർക്ക് ചെയ്യുന്നത് കുറച്ച് സാർക്കിൻ്റെതായിട്ട്
നമ്മൾ UN കൂടെ കുറേ ഏജൻസീസ് ഉണ്ടെന്ന് പറയുന്നത് പോലെ സാർക്കിന് കുറച്ച് സ്പെഷ്യലൈസ്ഡ് ബോഡീസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് സാർക്ക് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. അത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ചേംബർ ഓഫ് കൊമേഴ്സ് ആണെങ്കിൽ എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ക്രിയേറ്റിംഗ് ബിസിനസ് ലിങ്കേജസ് എമംഗ് ഓണ്ടർപ്രീനേഴ്സ്. അങ്ങനെ ഓർത്താൽ മതി, അത്രയും കൂടെ കാണാൻ പഠിക്കാൻ പറ്റില്ല. ഒരു ടേം ഓർക്കുക, സാർക്ക് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. അതിൻ്റെ താല്പര്യം എന്താണ്? ബിസിനസ് റിലേറ്റഡ് ആയിരിക്കും. ഇറ്റ് എൻകറേജസ് ഇൻട്രാ റീജിയണൽ ട്രേഡ് ബൈ ക്രിയേറ്റിംഗ് ബിസിനസ് ലിങ്കേജസ് എമംഗ് ഓണ്ടർപ്രീനേഴ്സ്. ബിസിനസ്സിൻ്റെ സാർക്ക് രാജ്യങ്ങളിലെ ബിസിനസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. മറ്റൊന്ന് സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോപ്പറേഷൻ ഇൻ ലോയിൽ ഉള്ള റീജിയണൽ കോപ്പറേഷൻ ആണെങ്കിൽ എന്തിലായിരിക്കും? അതിൻ്റെ ഉദ്ദേശം എന്താണ്? ടു പ്രൊമോട്ട് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കൺസേൺസ് ആൻഡ് ഡെവലപ്മെൻറ്റ്സ് എമംഗ് സാർക്ക് നേഷൻ. സാർക്ക് നേഷൻസുകൾ തമ്മിൽ ഉള്ള ലോയും മറ്റ് ട്രീറ്റീസുകളുടെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോപ്പറേഷൻ ഇൻ ലോ. അടുത്ത ബോഡി ഏതാണ്? സൗത്ത് ഏഷ്യൻ ഫെഡറേഷൻ ഓഫ് അക്കൗണ്ടൻസ്. In 1984, this organization came into existence with the objective of serving അക്കൗണ്ടൻസി പ്രൊഫഷൻ. അക്കൗണ്ടൻസി പ്രൊഫഷൻസുകളെ ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് സൗത്ത് ഏഷ്യൻ ഫെഡറേഷൻ ഓഫ് അക്കൗണ്ടൻസ് 1984 തുടങ്ങിയത്. അടുത്തൊന്ന് സൗത്ത് ഏഷ്യൻ ഫൗണ്ടേഷൻ ആണ്. അതൊരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. സാർക്കിൻ്റെ ബോഡി ആണെങ്കിലും ഇറ്റ്സ് എ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. മറ്റൊന്ന് സൗത്ത് ഏഷ്യ ഇനിഷ്യേറ്റീവ് ടു എൻഡ് വയലൻസ് എഗെയിൻസ്റ്റ് ചിൽഡ്രൻ. അത് 2005 ഫോം ചെയ്തതാണ്. അതിൻ്റെ ഉദ്ദേശം എന്താണ്? ടു എൻഡ് ഓൾ ഫോംസ് ഓഫ് വയലൻസ് എഗെയിൻസ്റ്റ് ചിൽഡ്രൻ ഇൻ സൗത്ത് ഏഷ്യ. അതാണ് ആദ്യ ടേം പഠിക്കുക, അതിനുശേഷം അത് തന്നെ എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കുക, അത്രയേ ഉള്ളൂ. Formation of SAARC Writers and Literature. It is the first non-government organization working towards nurturing and strengthening cultural connectivity. റൈറ്റേഴ്സും ലിറ്ററേച്ചറും ആണെങ്കിൽ കൾച്ചറൽ ഡെവലപ്മെൻ്റ് ആണ് ഉദ്ദേശം. അപ്പോൾ കൾച്ചറൽ കണക്ടിവിറ്റിക്ക് വേണ്ടിയാണ്, സാംസ്കാരികപരമായ ഐക്യത്തിന് വേണ്ടിയിട്ടാണ് സാർക്കിൽ റൈറ്റേഴ്സ് ആൻഡ് ലിറ്ററേച്ചർ ഫോറം നിലകൊള്ളുന്നത്. ഇനി അതിൻ്റെ റോൾ ഓഫ് ദ സാർക്ക് എന്ന് ചോദിച്ചാലും അച്ചീവ്മെൻറ്റ്സ് ചോദിച്ചാലും സംവാട്ട് സെയിം ആണ് നമ്മൾ എഴുതുന്നത്. അച്ചീവ്മെൻറ്റ്സും ലിമിറ്റേഷനും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ ഈസ് സബ്സ്റ്റാൻഷ്യൽ ഇൻക്രീസ് ഇൻ കോപ്പറേഷൻ. സാർക്കിൻ്റെ ഒരു അച്ചീവ്മെൻറ്റ് സഹകരണം കുറച്ച് കൂട്ടാൻ പറ്റി. സിൻസ് ദ ഫോർമേഷൻ ഓഫ് സാർക്ക് ഇൻ 1985, ദ ലെവൽ ഓഫ് കോപ്പറേഷൻ എമംഗ് ദ മെമ്പർ കൺട്രീസ് ഇൻക്രീസ്ഡ് സബ്സ്റ്റാൻഷ്യലി. മെമ്പർ കൺട്രീസിൻ്റെ കോപ്പറേഷൻ കൂട്ടാൻ സഹായിച്ചു. Also, SAARC members have created a sense of accelerating regional economic development, and they advocate revival of organization by moving from just the issuance of declarations to practical implementation of plans and policies. സാർക്ക് മെമ്പേഴ്സ് എക്കണോമിക് ഡെവലപ്മെൻറ്റിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഇപ്പോൾ കൽപ്പിക്കുന്നതും. ഡിക്ലറേഷൻസ് മാത്രം പോരാ, എന്തും കൂടെ വേണം, ഓരോ പ്ലാൻസും പ്രോഗ്രാംസുമൊക്കെ സാർക്കിൽ വരുന്ന കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള നടപടികളും ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതാണ് ഒരു അച്ചീവ്മെൻ്റായിട്ട് പറയുന്നത്. നെക്സ്റ്റ് ഈസ് എക്കണോമിക് ആൻഡ് ട്രേഡ് ഡിസ്കഷൻ. എക്കണോമിക് ആൻഡ് ട്രേഡ് ഏരിയയിൽ ധാരാളം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് എന്നാണ് സാർക്കിൻ്റെ മറ്റൊരു അച്ചീവ്മെൻറ്റ്. 1990 ഫോം ചെയ്ത ഒന്നാണ് പ്രിഫറൻഷ്യൽ ട്രേഡിംഗ് ഏരിയ, SAPT എന്ന് കണ്ടോ, സൗത്ത് ഏഷ്യൻ പ്രിഫറൻഷ്യൽ ട്രേഡിംഗ് ഏരിയാസ്. പിന്നീട് അത് സാഫ്റ്റ് ആയിട്ട് മാറുന്നു, സൗത്ത് ഏഷ്യൻ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ്. സൗത്ത് ഏഷ്യൻ പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയയും ഉണ്ട്. പിന്നെ എന്താണ്? സാഫ്റ്റ, സൗത്ത് ഏഷ്യൻ ഫ്രീ ട്രേഡ് ഏരിയ, സാഫ്റ്റ. ഫ്രീ ട്രേഡ് ഏരിയ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അവരുടെ ഉദ്ദേശം ഇതാണ്. ഫൈനലി സാർക്ക് രാജ്യങ്ങൾ തമ്മിൽ ബിസിനസ് നടത്തുമ്പോഴും ഇമ്പോർട്ട് എക്സ്പോർട്ട് നടത്തുമ്പോഴും വലുതായിട്ട് നികുതികൾ, നികുതി എന്ന് പറഞ്ഞാൽ താരിഫ് റേറ്റ് ഉണ്ടാകാൻ പാടില്ല, അത് കുറഞ്ഞുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. ഇതിൻ്റെ ഉദ്ദേശത്തിലാണ് അവർ ഈ പ്രിഫറൻഷ്യൽ ട്രേഡിംഗ് ഏരിയയും ഫ്രീ ട്രേഡ് ഏരിയ. പ്രിഫറൻഷ്യൽ ട്രേഡിംഗ് ഏരിയ എന്ന് പറയുമ്പോൾ സാർക്ക് രാജ്യങ്ങൾക്ക് കൂടുതൽ മുൻഗണന കൊടുക്കുക. ഫ്രീ ട്രേഡ് എന്ന് പറയുമ്പോൾ ഫുൾ ഫ്രീ ആയി തന്നെ അവരുടെ സാധനങ്ങൾ ഇറക്കാൻ സമ്മതിക്കുക. അങ്ങനെ ഉള്ള ഈ രണ്ട് നിർദ്ദേശത്തിൻ്റെയും പുറമെയാണ് താരിഫ് റിഡക്ഷൻ പ്ലാൻ സിൻസ് 2006 തൊട്ട് നിലനിൽക്കുന്നുണ്ട്. ഇടക്കാലത്ത് ഇന്ത്യയും പാകിസ്ഥാനും 20% കുറച്ചിരുന്നു.
എന്താണ് to put tariff on all the goods down to 20% within 2 years and all other country to 30% within 2 years. 20% കൂടുതലായിരുന്ന നികുതി ഇനങ്ങളൊക്കെ ഇന്ത്യയും പാകിസ്ഥാനും കൂടെ 20-ൽ താഴെയാക്കാൻ ഇടയ്ക്ക് ഒരു പദ്ധതിയും തുടക്കമിട്ടിരുന്നു. അതാണ് എക്കണോമിക് ആൻഡ് ട്രേഡ് ഡിസ്കഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൗത്ത് ഏഷ്യൻ പ്രിഫറൻഷ്യൽ ട്രേഡിംഗ് ഏരിയ ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമമുണ്ട്. മറ്റൊന്ന് സൗത്ത് ഏഷ്യൻ ഫ്രീ ട്രേഡ് ഏരിയ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. 2006 തൊട്ട് 2 ഇന്ത്യയും പാകിസ്ഥാനും മറ്റ് നേഷൻസും ഒക്കെ താരിഫ് റിഡക്ഷൻ പ്ലാൻ ആണ് ചോക്ക് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. നെക്സ്റ്റ് ഈസ് ഇൻക്രീസ് ഇൻ എക്സ്റ്റേണൽ സപ്പോർട്ട് ഓർ കോപ്പറേഷൻ വിത്ത് ഒബ്സർവേഴ്സ്. സാർക്ക് കൺട്രീസിന് എല്ലാ ഡെവലപ്മെൻറ്റ് വളരെ ഈസിയല്ല. സോ ദേ നീഡ് സപ്പോർട്ട് ആൻഡ് അസിസ്റ്റൻസ് ഫ്രം ഡെവലപ്ഡ് countries, and one of the positive points is that they will call or invite developed countries as observers in SAARC meet. ഡെവലപ്ഡ് കൺട്രീസുകളെയെല്ലാം സാർക്ക് മീറ്റിൽ ഒബ്സർവേഴ്സായിട്ട് വിളിക്കാറുണ്ട്. എന്തിനാണ്? അവിടെ വെച്ച് ഏതെങ്കിലും സാർക്ക് കൺട്രീസിന് ഇവരുമായിട്ടൊക്കെ ഫ്രീ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാനും ബിസിനസ് എഗ്രിമെൻറ്റ്സും ലീഗൽ എഗ്രിമെൻറ്റ്സും ഒക്കെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഇൻക്രീസ് ഇൻ എക്സ്റ്റേണൽ സപ്പോർട്ട് ഓർ കോപ്പറേഷൻ വിത്ത് ഒബ്സർവേഴ്സ്. Last one, social cohesion among member countries or people to people contact. One of the most significant objective of the SAARC is to increase people to people contact. ജനങ്ങൾ തമ്മിലുള്ള കോൺടാക്റ്റും ഇൻക്രീസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. The member countries have realized the importance of social interaction. സോഷ്യൽ ഇൻട്രാക്ഷൻ കൂട്ടാൻ വേണ്ടി ഒത്തിരി പ്രോഗ്രാമുകൾ സാർക്ക് കൺട്രീസിൽ തമ്മിൽ ആലോചിച്ച് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കുറച്ച് പ്രോഗ്രാമിൻ്റെ പേരിതാണ് യൂത്ത് വോളണ്ടിയർ സ്കീം, പിന്നെന്താണ് സാർക്ക് വിസ എക്സംഷൻ സ്കീം, സാർക്ക് ഫെസ്റ്റിവൽ. യൂത്ത് വോളണ്ടിയർ സ്കീം നടപ്പിലാക്കുന്നുണ്ട്, സാർക്ക് വിസ എക്സംഷൻ സ്കീം നടപ്പിലാക്കുന്നുണ്ട്, സാർക്ക് ഫെസ്റ്റിവൽസും നടപ്പിലാക്കുന്നുണ്ട്. സോഷ്യൽ കോഹഷൻ എമംഗ് മെമ്പർ കൺട്രീസ് ഓർ പീപ്പിൾ ടു പീപ്പിൾ കോണ്ടാക്റ്റ്. ഓക്കെ, അതാണ് മറ്റൊരു അച്ചീവ്മെൻറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് അച്ചീവ്മെൻ്റായിട്ട് വന്നിരിക്കുന്നത്. സബ്സ്റ്റാൻഷ്യൽ ഇൻക്രീസ് ഇൻ കോപ്പറേഷൻ, എക്കണോമിക് ആൻഡ് ട്രേഡ് ഡിസ്കഷൻ, ഇൻക്രീസ് ഇൻ എക്സ്റ്റേണൽ സപ്പോർട്ട്, സോഷ്യൽ കോഹഷൻ എമംഗ് മെമ്പർ കൺട്രീസ്. നെക്സ്റ്റ് ഈസ് ലിമിറ്റേഷൻസ്. ലിമിറ്റേഷൻസ് പറയുമ്പോൾ നോ കോൺഫ്ലിക്റ്റ് റിസോൾവിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പരസ്പരം വഴക്ക് തീർക്കാനായിട്ട് ഒരു മെക്കാനിസം സാർക്ക് കൺട്രീസുകൾക്കിടയിൽ ഇന്ത്യ ഇല്ല. Since India constitutes 70% or more of SAARC's area and population and has political conflict with all its neighbors, India has to redefine its role from seeking reciprocity in bilateral relations to being prepared to go to the extra mile in meeting the aspirations of all other SAARC nations. ഇന്ത്യയെയാണ് സാർക്ക് നേഷൻസ് കൂടുതലായിട്ട് കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യാനും കൂടുതൽ ഹെൽപ്പിനും ചോദിക്കുന്നത്. പക്ഷേ ഇന്ത്യ അത്രത്തോളം ഒരു എഫേർട്ട് സാർക്കിൻ്റെ കേസിൽ ചെയ്യാറില്ല. കാരണം ഇന്ത്യ എന്തുകൊണ്ട് കൂടുതലായിട്ട് പരിഗണിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇന്ത്യ സാർക്കിൻ്റെ 70% ഏരിയയും പോപ്പുലേഷനും ഇന്ത്യയിലാണ്. സാർക്കിന് ഒരു കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇപ്പോൾ ഇല്ല. മാത്രവുമല്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ സാർക്ക് ചാർട്ടറുണ്ട്. ആ സാർക്ക് ചാർട്ടറിൽ എന്താണ് മൾട്ടിലാറ്ററൽ ഇഷ്യൂസ് മാത്രം ഡിസ്കസ് ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇൻ ദ സാർക്ക് ചാർട്ടർ only the discussion of multilateral issues are included in the meeting. Article 10 Clause 2 of the SAARC Charter excludes bilateral and contentious issues from the ambit of SAARC deliberations. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവിടെ ചർച്ച ചെയ്യാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാണ് ഇന്ത്യയും പാകിസ്ഥാനും ഒത്തുപോകാൻ പറ്റുമോ എന്നത്തെ സാർക്കിൽ? അപ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവിടെ ചർച്ച ചെയ്യാറില്ല. രണ്ടിൽ കൂടുതൽ രാജ്യങ്ങൾ തമ്മിൽ ഒരേ പ്രശ്നമുണ്ടെങ്കിൽ മാത്രമേ അവിടെ ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് സാർക്ക് ചാർട്ടർ എക്സ്ക്ലൂഡ്സ് ബൈലാറ്ററൽ ആൻഡ് കണ്ടൻഷ്യസ് ഇഷ്യൂസ് ഫ്രം ദ ആംബിറ്റ് ഓഫ് സാർക്ക് ഡെലിബറേഷൻസ്. അതാണ്. അപ്പോൾ കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും സാർക്കില്ല. ഇന്ത്യ അത്രയ്ക്കും ഇപ്പോൾ റോള് എടുക്കാറുമില്ല. മറ്റൊന്ന് റീജിയണൽ ഡിസ്പാരിറ്റീസ് ആണ്. ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ എടുത്താൽ എല്ലാവരും ഈക്വൽ കൺട്രീസാണ്. ബട്ട് സാർക്ക് അങ്ങനെയല്ല. ഇന്ത്യ എത്രയുണ്ട്? 70% ഓഫ് സാർക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇന്ത്യ. സോ ദർ ഇസ് എ ഗ്രേറ്റ് ഡിസ്പാരിറ്റി എമംഗ് സാർക്ക് നേഷൻസ്. അത് തന്നെ സാർക്കിൻ്റെ ഡെവലപ്മെൻറ്റിനും വളർച്ചയ്ക്കും വലിയ ഒരു തടസ്സമാണ്. ബിക്കോസ് വി ക്യാൻ സീ എ ലോട്ട് ഓഫ് ഡിസ്പാരിറ്റീസ് എമംഗ് സാർക്ക് നേഷൻസ്.
അടുത്ത പോയിന്റ് വീക്ക് ഫിനാൻഷ്യൽ പൊസിഷനാണ്. യൂറോപ്യൻ യൂണിയൻ പോലെയും G20 പോലെയും ഒരു നല്ല ഫിനാൻഷ്യൽ പൊസിഷൻ ആർക്കില്ല? സാർക്കിന് ഇല്ല. ദിസ് വീക്ക് ഫിനാൻഷ്യൽ പൊസിഷൻ ഈസ് റിഫ്ലക്റ്റഡ് ഇൻ ദ ട്രേഡ് ഇംബാലൻസസ് എമംഗ് ദ മെമ്പർ കൺട്രീസ്. രാജ്യങ്ങൾ തമ്മിൽ നടത്തുന്ന കച്ചവടങ്ങളിലും ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ പ്രോബ്ലംസ് പ്രതിഫലിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എക്കണോമിക്കലി വലിയ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒന്നല്ല സാർക്ക്. മറ്റൊരു പ്രശ്നം, എപ്പോഴും സാർക്കിൻ്റെ പ്രശ്നം ബൈലാറ്ററൽ ഡിഫറൻസസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് പലപ്പോഴും സാർക്ക് മീറ്റിങ്ങുകൾ ഫലപ്രദമാകാറില്ല. ദ ട്രസ്റ്റ് ഡെഫിസിറ്റ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ഇസ് എ മെയിൻ റീസൺ വൈ ദ പ്രോസ്പെക്ട് ഓഫ് സാർക്ക് ഈസ് ഇൻ ഡിലേമ. Issues like trans-border terrorism from Pakistan makes the situation worse in contemporary time. ട്രാൻസ്ബോർഡർ ടെററിസം തുടങ്ങിയ പ്രശ്നങ്ങൾ വരാറുള്ളപ്പോൾ എന്താണ് ട്രാൻസ്ബോർഡർ എന്ന് വെച്ചാൽ എന്താണ്? അതിർത്തി കടന്നുള്ള തീവ്രവാദം. അത്തരം പ്രശ്നങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തെ വഷളാക്കാറുണ്ട്. അത് സാർക്കിനെയും പ്രതിഫലിക്കാറുണ്ട്. 2014 പാകിസ്ഥാൻ കാഠ്മണ്ഡുവിൽ നടന്ന സബ്മിറ്റിൽ റീജിയണൽ കണക്ടിവിറ്റി എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്യാൻ വിസമ്മതിക്കുകയും ചെയ്തു. 2016 സാർക്ക് സമ്മിറ്റ് നടന്നതുമില്ല. കാരണം എന്താണ്? ഇന്ത്യ സാർക്ക് സമ്മിറ്റ് ബോയ്ക്കോട്ട് ചെയ്തു. ബിക്കോസ് എന്താണ്? പാകിസ്ഥാൻ ടെററിസം നടത്തുന്നു എന്ന കാരണം പറഞ്ഞു. 2014 പാകിസ്ഥാൻ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തില്ല. 2016 എന്ത് ചെയ്തു? ഇന്ത്യ ബോയ്ക്കോട്ട് ചെയ്യുകയും ചെയ്തു സാർക്ക് സമ്മിറ്റ്. അപ്പം സാർക്കിൽ പറയത്തക്ക അച്ചീവ്മെൻറ്റ്സുകളേക്കാൾ എന്താണ് മേളിലാണ് സാർക്കിൻ്റെ ലിമിറ്റേഷൻസും ഡീമെറിറ്റ്സും വരുന്നത്. അതിൻ്റെ ഫസ്റ്റ് പ്രോബ്ലം റീജിയണൽ ഡിസ്പാരിറ്റീസ് ഉണ്ട്, വീക്ക് ഫിനാൻഷ്യൽ പൊസിഷനാണ്. നെക്സ്റ്റ് ഈസ് ബൈലാറ്ററൽ ഇഷ്യൂസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റിയും എന്താണ്? മറ്റൊരു പ്രോബ്ലമാണ്. അഫ്ഗാനിസ്ഥാൻ, മാലദ്വീപ്സ്, പാകിസ്ഥാൻ ആൻഡ് നേപ്പാൾ, ദീസ് കൺട്രീസ് ഹാവ് അൺസ്റ്റേബിൾ പൊളിറ്റിക്കൽ കണ്ടീഷൻസ്. ഈ രാജ്യങ്ങളിലെല്ലാം തന്നെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള പൊളിറ്റിക്കൽ കണ്ടീഷനാണ്. നല്ല ഒരു ജനാധിപത്യ ഗവൺമെൻറ് ഈ രാജ്യങ്ങളിൽ എങ്ങും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ സ്ട്രോങ് ആയി നടപടിയെടുക്കാനോ മീറ്റിങ്ങുകൾ വന്ന് കൃത്യമായി കാര്യങ്ങൾ പറയാനോ ഒരു എക്സിസ്റ്റിംഗ് ഗവൺമെൻറ് സാധിക്കില്ല. കാരണം എപ്പോൾ അവരെ അട്ടിമറിക്കും എന്നുള്ള പേടിയിലാണ് അവർ. അങ്ങനെ അപ്പോൾ രാജ്യത്തിനകത്തെ കാര്യങ്ങൾ തന്നെ നോക്കാൻ അവർക്ക് നേരം കിട്ടില്ല. ആ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റിയും സാർക്കിനെ ഒരു ഏറ്റവും വലിയ ഡീമെറിറ്റാണ്. എവിടെയൊക്കെയാണ് പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഉള്ളത്? അഫ്ഗാനിസ്ഥാൻ, മാലദ്വീപ്സ്, പാകിസ്ഥാൻ, നേപ്പാൾ. മറ്റൊന്ന് എമർജൻസ് ഓഫ് ചൈന. ചൈനയുടെ ഇൻഫ്ലുവൻസും സാർക്കിനെ ബാധിക്കുന്നുണ്ട്. ഇന്ത്യസ് ബൈലാറ്ററൽ ഇഷ്യൂസ് വിത്ത് കൺട്രീസ് ലൈക്ക് നേപ്പാൾ, ശ്രീലങ്ക ആൻഡ് Bangladesh causes a trust issue and therefore these nations are viewing China as an instrument to bargain with India. നമ്മൾ സാർക്കിൽ പറഞ്ഞു ഇന്ത്യയാണ് 70% ഏരിയയും 70% പോപ്പുലേഷൻ. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് സഹായം കിട്ടണമെന്നുള്ളതാണ് സാർക്കിലെ സ്മോൾ നേഷൻസിൻ്റെ ആവശ്യം. ഇന്ത്യയിൽ നിന്ന് സഹായം കിട്ടിയില്ലെങ്കിൽ അവർ ആരുടെ അടുത്തേക്ക് പോകാറുണ്ട്? ചൈനയുടെ അടുത്തേക്ക് പോകും. അതാണ് ചൈനാസ് ഇൻഫ്ലുവൻസ് ഇൻ ദ റീജിയൻ ഈസ് ഹയർ ദാൻ എവർ ബിഫോർ. ചൈന കൊണ്ടുവന്ന ഒരു ഇനിഷ്യേറ്റീവ് തന്നെയാണ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് എന്ന് പറയും. കണക്റ്റിംഗ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സൗത്ത് ഏഷ്യ ടു ദ അഡ്ജോയിനിങ് പ്രൊവിൻസസ് ഓഫ് ചൈന. ചൈനയുടെ അടുത്തൊക്കെ ഉള്ള സ്ഥലങ്ങളിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു ഇനിഷ്യേറ്റീവാണ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ്. കണക്റ്റിംഗ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സൗത്ത് ഏഷ്യ ടു ദ അഡ്ജോയിനിങ് പ്രൊവിൻസസ് ഓഫ് ചൈന. അതെല്ലാം തന്നെ ഇന്ത്യക്കെതിരായിട്ട് ചൈന ഉപയോഗിക്കുന്ന ആയുധങ്ങളാണ്. ഇന്ത്യക്കെതിരായി അതുപോലെ നേപ്പാളും ശ്രീലങ്കയും ബംഗ്ലാദേശും ഇന്ത്യയുമായി പ്രോബ്ലംസ് വരുമ്പോൾ ദേ വിൽ ഡിപ്പെൻഡ് ഓൺ ചൈന ആൻഡ് ദേ കൺസിഡർ ചൈന ആസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ടു ബാർഗെയിൻ വിത്ത് ഇന്ത്യ. ചൈനയെ അവർ കണക്കാക്കുന്നത് ചൈനയിലേക്ക് പോകുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ച് ഇന്ത്യയിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ഫേവർ കിട്ടണമെന്നാണ് ഈ ചെറിയ രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നത്. ബിക്കോസ് ദേ ആർ ഫിനാൻഷ്യലി വീക്ക് ആയതുകൊണ്ടാണ് ഇത്തരം ചിന്തകൾ വരുന്നത്. മറ്റൊന്ന് ഓൾട്ടർനേറ്റീവ് ട്രീറ്റീസ്. സൗത്ത് ഏഷ്യൻ സാർക്ക് നേഷൻസ് ഉണ്ടല്ലോ, ഈ നേഷൻസ് ബാക്കിയുള്ള പല റീജിയണൽ ഫോറത്തിലേക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുകയും സാർക്കിലേക്ക് വരാൻ താല്പര്യം കാണിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. ദ സൗത്ത് ഏഷ്യൻ നേഷൻസ് ആർ ഫൈൻഡിങ് അതർ ഓൾട്ടർനേറ്റീവ് ഇൻ ബൈലാറ്ററൽ ആൻഡ് മൾട്ടിലാറ്ററൽ മോഡ്സ്. ഇന്ത്യ മൂവ്ഡ് ഓൺ ടു ഫോക്കസ് ഓൺ ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ ആൻഡ് നേപ്പാൾ ഫോറം. ഇന്ത്യ സെപ്പറേറ്റ് ചെയ്ത് തുടങ്ങിയ ഒന്നാണ് ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ ആൻഡ് നേപ്പാൾ ഫോറം, BBIN ഫോറം ഫോർ സബ് റീജിയണൽ കോപ്പറേഷൻ ഇൻ ദ ഈസ്റ്റേൺ സബ് കോണ്ടിനെൻറ്റ്.
മറ്റൊന്ന് ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോപ്പറേഷൻ ഫോറം വാസ് ഓൾസോ ബീങ് റീആക്ടിവേറ്റഡ്. അപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് സാർക്കിനുള്ളിൽ തന്നെ പല പല ഫോറംസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് സാർക്കിൻ്റെ മൊത്തത്തിലുള്ള ഡെവലപ്മെൻറ്റിനെയും അച്ചീവ്മെൻറ്റ്സിനെയും ബാധിക്കുകയും ചെയ്യും. ഇന്ത്യയാണ് കൂടുതലും ഇത്തരം ഓൾട്ടർനേറ്റീവ് ട്രീറ്റീസ് ചെയ്യുന്നത്. SAARC nations are finding other alternative in bilateral and multilateral modes. ഒന്നുകിൽ 2 രാജ്യങ്ങൾ ചേർന്ന് ഫോറം ഉണ്ടാക്കുന്നു, ഇല്ലെങ്കിൽ 3 രാജ്യങ്ങൾ ചേർന്ന് ഇത്തരത്തിൽ ഫോറംസ് ക്രിയേറ്റ് ചെയ്യുന്നു. അതും സാർക്കിൻ്റെ ഒരു ലിമിറ്റേഷൻ ആണ്. സാർക്കിൻ്റെ ലിമിറ്റേഷൻസ്: ഓൾട്ടർനേറ്റീവ് ട്രീറ്റീസ്, എമർജൻസ് ഓഫ് ചൈന, പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി, ബൈലാറ്ററൽ ഇഷ്യൂസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ, വീക്ക് ഫിനാൻഷ്യൽ പൊസിഷൻ, റീജിയണൽ ഡിസ്പാരിറ്റീസ്, നോ കോൺഫ്ലിക്റ്റ് റിസോൾവിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഫൈനലി എന്താണ് റോഡ് മാപ്പ് സജഷൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ, ഇന്ത്യയാണ് സാർക്ക് വർക്ക് ചെയ്യണമെങ്കിൽ മുൻകൈ എടുക്കേണ്ടത്. Because India has to go the extra mile to make SAARC work, because India is 70% of the South Asia and has common borders with the SAARC nations. SAARC നേഷൻസുകളും 7 SAARC നേഷൻസുമായിട്ടും കോമൺ ബോർഡറുള്ള രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യ കൂടുതൽ വർക്ക് ചെയ്താലേ സാർക്കിന് ഡെവലപ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഷെയർഡ് കോമൺ ഹിസ്റ്ററി വെച്ച് സാർക്ക് നേഷൻസ് വർക്ക് ചെയ്യണം, എപ്പോഴും ഡിഫറൻസസ് പറഞ്ഞുകൊണ്ടിരിക്കാതെ. മറ്റൊന്ന്, നോ സാർക്ക് നേഷൻ ഷുഡ് ഇൻ്റർനാഷണലൈസ് എനി ബൈലാറ്ററൽ ഇഷ്യൂ ബിയോണ്ട് ദ സാർക്ക് ഫോറം. സാർക്ക് ഫോറത്തിൽ എല്ലാ ബൈലാറ്ററൽ ഇഷ്യൂസും പറഞ്ഞു തീർക്കണം. അതിന് സാർക്ക് ചാർട്ടർ അമെൻഡ് ചെയ്യാനുള്ള നടപടികൾ ഉണ്ടാവണം. മറ്റൊന്ന്, സാർക്ക് ഷുഡ് സ്ട്രൈവ് ടു എൻഹാൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റി ബിറ്റ്വീൻ ഇറ്റ്സ് മെമ്പർ സ്റ്റേറ്റ് ആൻഡ് നോട്ട് മിയർലി ട്രേഡ്. ട്രേഡും ഇൻവെസ്റ്റ്മെൻറ്റും സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ നേഷൻസ് കൂട്ടണം. സൗത്ത് ഏഷ്യൻ ജോയിൻറ്റ് വെഞ്ചർ പ്രൊമോഷൻ സ്കീംസും ഡെവലപ്പ് ചെയ്യണം. സൗത്ത് ഏഷ്യൻ ജോയിൻറ്റ് വെഞ്ചർ പ്രൊമോഷൻ സ്കീംസ് ഷുഡ് ബി ഡെവലപ്ഡ്. ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഫിനാൻസ് ആക്ടിവിറ്റി ഷുഡ് ബി ഇൻക്രീസ്ഡ്. എനർജി സെക്ടറിലും ഇങ്ങനെ സൗത്ത് ഏഷ്യൻ ഇലക്ട്രിക് പവർ ഗ്രിഡ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമം ഉണ്ടാവണം. മറ്റൊന്ന്, സയൻസ് ആൻഡ് ടെക്നോളജീസിലും യൂണിവേഴ്സിറ്റീസിലും എല്ലാം തന്നെ ഇത്തരത്തിൽ സാർക്ക് നേഷൻസ് കൂടുതൽ എഗ്രിമെൻറ്റ്സ് സൈൻ ചെയ്യണം. ഓൺലൈൻ എഡ്യൂക്കേഷൻ ഉപയോഗിച്ച് സാർക്ക് മുഴുവൻ പഠിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ സാർക്ക് യൂണിവേഴ്സിറ്റീസും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കണം. ഓൺലൈൻ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് സാർക്ക് യൂണിവേഴ്സിറ്റീസും ഇങ്ങോട്ട് വിസ എക്സംഷൻ ഒന്നും ഇല്ലാതെ കുട്ടികൾക്ക് അവിടെ തന്നെ ഇരുന്ന് പഠിച്ച് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന കുറേ പ്രോഗ്രാംസുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റണം. അതാണ് ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജീസ് ആൻഡ് യൂണിവേഴ്സിറ്റീസ് സാർക്ക് കൺട്രീസ് ഷുഡ് പൂൾ ദെയർ ഫാക്കൽറ്റീസ് ആൻഡ് ടീച്ച് അക്രോസ് ബോർഡേഴ്സ് ഓർ എൻഗേജ് ഇൻ ഓൺലൈൻ എഡ്യൂക്കേഷൻ യൂസിങ് ദ ഇൻ്റർനെറ്റ്. മറ്റൊന്ന്, കൾച്ചറൽ ടൂറിസം, എക്കണോമിക് ടൂറിസം ഇതെല്ലാം തന്നെ ഇൻക്രീസ് ചെയ്യണം ഫോർ ഫ്രീ മൂവ്മെൻറ്റ് ഓഫ് പീപ്പിൾ ത്രൂ ബോർഡേഴ്സ്. മറ്റൊന്ന്, ക്രോസ് ബോർഡർ ടെററിസം റെഡ്യൂസ് ചെയ്യണം, മൈഗ്രേഷനും റെഡ്യൂസ് ചെയ്യണം, ഡ്രഗ് ട്രാഫിക്സ്, നർക്കോട്ടിക്സ് ഇത്തരം പ്രോബ്ലംസുകളെല്ലാം കുറയ്ക്കണം. ടെററിസം, ഡ്രഗ് ട്രാഫിക്കിംഗ്, നർക്കോട്ടിസം ഇതെല്ലാം കുറയ്ക്കണം. ക്രോസ് ബോർഡർ ടെററിസം കുറയ്ക്കണം. ഇല്ലീഗൽ മൈഗ്രേഷൻ, അതിർത്തി കടന്ന് വെറുതെ ജോലി ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ല. അങ്ങനെയുള്ള പ്രോബ്ലംസ്, 2 രാജ്യങ്ങൾ തമ്മിലുള്ള പ്രോബ്ലംസ് കുറയ്ക്കുകയും ചെയ്യണം. എഫക്റ്റീവ് സ്റ്റെപ്സ് മസ്റ്റ് ബി അണ്ടർടേക്കൻ ടു ജോയിൻ്റ്ലി ഡിറ്റർ ക്രോസ് ബോർഡർ ഇല്ലീഗൽ മൈഗ്രേഷൻ, ടെറർ അറ്റാക്സ് ആൻഡ് ബ്ലോക്ക് ദ നാർക്കോട്ടിക്സ് ട്രേഡ് ആൻഡ് ഡ്രഗ് ട്രാഫിക്കിംഗ്. ഇത്രയും കാര്യങ്ങളാണ് എന്തിലുള്ളത്, സാർക്കിൽ ഉള്ളത്. നമ്മൾ ഡിസ്കസ് ചെയ്തത് വാട്ട് യു മീൻ ബൈ ദ ടേം സാർക്ക്, ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ്, ഇറ്റ്സ് പർപ്പസസ്, വാട്ട് ആർ ദ അച്ചീവ്മെൻറ്റ്സ് ഓഫ് ദ സാർക്ക് ആൻഡ് limitations. Later, certain suggestions are also been discussed.